തകർത്തു പെയ്യുന്ന ശക്തമായ മഴയിൽ ഏലപ്പാറ കോഴിക്കാനത്ത് മൺതിട്ടയും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിലായി. കോഴിക്കാനം നരന്തിവിളയിൽ സണ്ണിയുടെ വീടാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് സണ്ണിയുടെ വീടിന്റെ പിറകുവശത്തെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം വലിയൊരു കല്ല് വീടിന്റെ ഭിത്തിയിൽ ശക്തമായി ഇടിച്ചു നിൽക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ഭിത്തിക്ക് വലിയ രീതിയിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഭിത്തി ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലായതോടെ വീട് നിലവിൽ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറി. 2018 മഹാപ്രളയ സമയത്തും സമാന രീതിയിൽ വീടിന്റെ പിറകുവശത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അന്ന് വിവരമറിഞ്ഞ ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയതല്ലാതെ ഇതുവരെ യാതൊരുവിധ ധനസഹായവും ആനുകൂല്യങ്ങളും ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇപ്പോൾ വീണ്ടും വൻതോതിൽ മണ്ണും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നതോടെ ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ വലിയ പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. രാത്രി മഴക്കെടുതിയിൽ വീട്ടിലേക്ക് ഒരു വലിയ പാറ പതിച്ച് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് അത് വന്ന് പൂർണ്ണമായിട്ട് ഒരു മൂലയെല്ലാം നശിക്കുകയും വീടിലേക്ക് അപകട ഭീഷണിയിൽ ഒരു പാറ നിരങ്ങി വന്നിരുന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. വിള്ളൽ രണ്ട് സൈഡിലും ഭിത്തിക്ക് വിള്ളലൊക്കെ വീണ് കിടപ്പുണ്ട്. എനിക്ക് പ്രായമായ 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഇതുപോലെ തന്നെ 2018 പ്രളയ സമയത്തും മണ്ണിടിയുകയും ഒരു പാറ ഉരുണ്ട് വന്നിരിക്കുകയും ചെയ്തിട്ട് നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഈ വീടിന് അപകട നിലയിൽ മണ്ണിട്ട ഇടിഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അറിയിച്ചു. അപകടാവസ്ഥയിലായ വീടിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇനിയും നിലംപതിക്കാൻ സാധ്യതയേറെയാണ്. അടിയന്തരമായി സർക്കാരിന്റെയും താലൂക്ക് അധികൃതരുടെയും ഭാഗത്തുനിന്ന് സഹായവും പുനരധിവാസ നടപടികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരിതത്തിലായ ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.